വേണ്ടിക്കാ വേണ്ട. കാലത്തീ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ നല്ല കള്ളിന്റെ വിചാരവാ. നല്ല മൂത്ത കള്ളും മീനും കപ്പയും. എന്ത് രസവാ. പൊന്നപ്പച്ചേട്ടാ എല്ലാരെയും വിളിച്ചോ. ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ. ഒന്ന് കൊഴുക്കട്ടെ. കാലത്ത് വന്ന് വീട്ടിൽ കയറി പുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ. ഒന്ന് അടിച്ച് കയറാൻ. എല്ലാരും അടിച്ചു കയറി അടിച്ച് കയറി പാടാ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായി വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം പ്രധാന പ്രശ്നം വെച്ചാൽ നമുക്ക് ബസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത്. നമ്മളതിലുണ്ടായിരുന്ന ബസ്സെല്ലാം പോയി, ഫുൾ കടക്കാരനായി. അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആകെപ്പാടുള്ളത് ഈ ഒരു ബസ് മാത്രമാണ്. അതുപോലെ ഓട്ടോ ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ ബസ്സും പോയി, കടം കൊണ്ട് എല്ലാം പോയി. അങ്ങനെ ആകെപ്പാടുള്ളത് ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡെയിലി വീഡിയോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 മാസമാവും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാന പ്രശ്നം. ഓട്ടവും കാര്യങ്ങളൊന്നുമില്ല, വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൻ്റെ പരിപാടിയൊക്കെ നിർത്തി വേറെ ഒരു കമ്പനിയിൽ ജോലിക്ക് അങ്ങനെയൊക്കെ പോയി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല ജോലിക്കും പോയി, ആ കമ്പനി നമ്മൾ വിട്ടു. പിന്നെ അങ്ങനെ വേറെ കുറേ ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി അങ്ങനെയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ കാണാം. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ ഗൈസ്, നമുക്ക് നേരെ നമ്മൾ ബസ് കിടക്കുന്ന ഇതിഹാസ് എന്ന് പറയുന്ന ബസ്സാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. സെക്കൻഡ് ഹാൻഡ് ബസ്സാണ്, BMR-ൻ്റെ മോഡലാണ്, പഴയ. അപ്പോൾ ഈ ഒരു ബസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്. ഈ ബസ്സും കൊടുത്ത് 10 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് വണ്ടി ഇറക്കാം. പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്താണ്. അപ്പോൾ അവരവിടെ ഇല്ല. നമ്മൾ വണ്ടി കൊണ്ടവിടെ പാർക്ക് ചെയ്യുക, നമ്മളെ വണ്ടി എടുത്തുണ്ടെങ്കിൽ വരിക, അത്രേ ഉള്ളൂ. ഈ വണ്ടിയുടെ താക്കോൽ അതിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് ഓണർ പറഞ്ഞത്, അതായത് ഇതിഹാസ് ബസ്സിലെ ഓണർ. അപ്പോൾ നമുക്ക് നേരെ സമയം കളയണ്ട, നമുക്ക് നേരെ നമ്മളെ ബസ്സുകളിനകത്ത് പോകാം. അപ്പോൾ ഇനിയിപ്പം കളർ കോഡ് എല്ലാം നമുക്ക് മാറ്റാനുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് കളർ ബസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നിരത്തുകളിൽ കാണാം. അതെന്തായാലും കൊള്ളാം. പുതിയ നിയമം വന്നില്ലേ, അതെന്തായാലും കൊള്ളാം. ഇനി നമുക്ക് കളർ കോഡെന്ന് പറയുന്ന സംഭവം ഇല്ല. അടിച്ചു പൊളിച്ചൊക്കെ യാത്രയാണ്. നമുക്ക് കളർ ബസ് ഇതിന് വേണ്ടിയാണ്. അപ്പോൾ കളർ ബസ് ഉള്ളതുകൊണ്ട് കാണാനും ഒരു ലുക്കുമാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. എന്തായാലും ഈ ഒരു നിയമം വന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ വന്നസിൻ്റെ ബസ്സൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വയനാടാണ് പോകുന്നത്. വയനാടിൻ്റെ അടുത്താണ് ഈ ഒരു ബസ് കിടക്കുന്നത്. മഴയാണ് ഗൈസ്, നല്ല മഴ, തോരുന്നില്ല കേട്ടോ മഴ. അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുമുണ്ട്, അതുകൊണ്ട് നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടി ഇവിടെ ഇട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് കിടക്കുന്നതുകൊണ്ട് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ ഇട്ടേക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഈ ബസ് നമ്മളെ ബസ് ഇവിടെ ഇട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. താക്കോലും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുത്തെ ഒരു ബസ് പിടിച്ച് നമുക്ക് പോകല്ലേ. KSRTC ബസ് ഏതെങ്കിലും വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ് പിടിച്ച് ഒരു കുറച്ച് അപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവർ വണ്ടി ഇവിടെ ഇട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സൗകര്യമില്ല, അതുകൊണ്ട് നമ്മൾ ബസ് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലിഫ്റ്റ് അടിച്ചില്ല ജീവിതം ഈ ബസ്സിൽ കയറിപ്പോൾ. ചേട്ടാ ഒന്ന് ചവിട്ടു. കോഴിക്കോട് പോകുന്ന ബസ്സാണ്, നമ്മൾ ഇതിൽ കയറാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം ഗൈസ്. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ആ ബസ്, നമ്മളെ ബസ് അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് നമ്മളെ. അപ്പോൾ അവിടെ ഇനി കുറച്ചേ ഉള്ളൂ, ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ ബസ് അവിടെ കൊണ്ടുതണ്ട് അവിടെ കൊണ്ടുവന്നത് നമ്മളെ ബസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ സ്ഥലമില്ല. കാരണം എന്താ, ഈ ഒരു കടയുണ്ടല്ലോ, ഈ ഒരു കട അവരുടെ കടയാണ്. അപ്പോൾ ഈ കടയുടെ സൈഡിലാണ് നമ്മൾ ഈ ബസ് ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മളെ വണ്ടിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബസ്സിൽ കണ്ട യുവർ ട്രാവൽ പാർട്ണർ, നമ്മൾ കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഫസ്റ്റ് നമ്മൾ കാണുന്നത് യുവർ ട്രാവൽ പാർട്ണർ എന്ന് പറഞ്ഞ് നമ്മളൊരു
ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതാണ്. പിന്നെ ഇതിഹാസ് എന്നുള്ള ബസ് ഓരോ പേര് തന്നെ ഇരിക്കട്ടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പേരൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ഫാൻസ് ഇഷ്ടം പോലെ ആൾക്കാർ കാണും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പേര് മാറ്റാത്തത്. അപ്പോൾ വണ്ടിയിൽ മൊത്തം ഫുൾ LED ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എവിടെ വരുമ്പോൾ നമ്മൾ 259 എന്ന് പറഞ്ഞ് അവിടെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴോട്ട് നമ്മൾ വരുമ്പോൾ എക്സ്ട്രീമിൻ്റെ ഫോഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മൊത്തം JBL മ്യൂസിക്കും കാര്യങ്ങളും ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു ബസ് എന്ന് വെച്ചാൽ ഫുൾ മോഡിഫൈഡാണ്. മൊത്തം ഒരു ടൂർ നമ്മളങ്ങനെ പോകുമ്പോൾ ആ ഒരു വൈബിൽ പോകുന്ന ഒരു ബസ്സാണ് ഈ ഒരു ബസ്. അത്രയ്ക്ക് BMRൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്ര നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിൽ നേരത്തെ ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ കളർ കോഡ് മാറ്റാനുള്ള നിലവിലുള്ള നിയമം കൂടെ വന്ന് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാമെന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതെല്ലാം നമ്മൾ കയറ്റിയത്. ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളൊരു മൾഗാർഡിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു ഷീൽഡിന് വെച്ചിട്ടുണ്ട്, ഒരു റെഡ് കളറിൽ. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 2 മഞ്ഞ ലൈറ്റ് ഫോഗ് ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 2 ഉണ്ട്. പിന്നെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നത് ഇവിടെ ഒരെണ്ണമുണ്ട്, ഒരു മഞ്ഞ ലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് താഴെ തന്നെ 4 ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ BMRൻ്റെ ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വണ്ടിയുടെ ഈ ലൈറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് BMRൽ. അപ്പോൾ ലൈറ്റ്സ് എങ്ങനെയുള്ള ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു 2 ലൈറ്റ് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു 2 ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രകാശിൻ്റെ ബോഡി മൊത്തം കാര്യങ്ങളൊക്കെ പ്രകാശിൻ്റെയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതിഹാസ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ്. ഇവിടെ നമ്മൾ കുറച്ച് പിക്സൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ 2, 3, 4, 5, 6, 8 ലൈറ്റ് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിററും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ അതുപോലത്തെ മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീൽ കപ്പ് നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊരു ഡിസൈനിൽ അതിൻ്റെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടങ്ങളൊക്കെ നമ്മളൊരു ഉദ്ദേശ രീതിയിലാണ് വെച്ചത്. പിന്നെ നമ്മളെ ഈ ഒരു വണ്ടി TTS ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ എഴുതിയത്. TTSൻ്റെ സൗണ്ട് സിസ്റ്റമാണ് നമ്മളെ ഈ വണ്ടിയിൽ ചെയ്തേണത്. ഒരു പഴയ എല്ലാവരും ഇപ്പോൾ ഡോൾബി 5.1 7.1 ഒക്കെയാണ് കയറ്റുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ബസ്സിൽ നമ്മൾ ചെയ്തേക്കുന്നത് DTSൻ്റെ സൗണ്ടാണ് ചെയ്തേക്കുന്നത്. ഒരു നൊസ്റ്റാൾജിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ DTSും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ വരുമ്പം അതേപോലെ ഒരു മൾഗാർഡും കാര്യങ്ങളൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. റെഡ് കളറിൽ ബ്ലാക്ക് ആൻഡ് റെഡിലാണ് ചെയ്തേക്കുന്നത്. ഈ ബാക്ക് ലൈറ്റിലൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മോഡിഫൈഡ് ലൈറ്റാണ് ബാക്കിൽ ഘടിപ്പിച്ചത്. കണ്ടില്ലേ, ഈ ലൈറ്റെല്ലാം മോഡിഫൈഡാണ്. ഒരു ലൈറ്റിൽ ഒരു ഗ്രില്ല് പോലെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഈ ലൈറ്റ് ഘടിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല വണ്ടിയിൽ. ബാക്കി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നോർമലാണ്. ഒരു അമ്പം വില്ലും ഇടുന്നുണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് അമ്പം വില്ലും ഒരു ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു പടങ്ങളൊക്കെ വരച്ചങ്ങനെ ചെയ്തേക്കാണ്. വലിയ ഓവറായിട്ടുള്ള കളറും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ പടങ്ങളും രീതിയിലാണ് ചെയ്തതാണ്. സിംഹം ഇങ്ങനെ ചാടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള ലൈറ്റ്സും കാര്യങ്ങളും പിക്സലൊക്കെ നമ്മൾ ഗ്ലാസ്സിൽ കൂടെ അങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ ലൈറ്റുകളൊക്കെ നമ്മൾ നല്ല ഓണാക്കിയിട്ടുണ്ടെന്നുണ്ട്. ഫോഗ് ലൈറ്റൊക്കെ ഉണ്ട്. മൊത്തം 4 ഫോഗ് ലൈറ്റ് വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ BMRൻ്റെ ലൈറ്റ് കണ്ടില്ലേ, ഇവിടെ നമ്മളൊരു ചെറിയൊരു പടം വരച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണാൻ പറ്റി ലൈറ്റിൻ്റെ അവിടെ ചെറിയൊരു പടവും കൂടെ ഇതിൻ്റെ അകത്ത് വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു പടം ഈ ലൈറ്റിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തൊക്കെ നമ്മൾ മൊത്തം പിക്സൽ ലൈറ്റിൻ്റെ അവിടെയൊക്കെ ഫുള്ളൊരു പടമൊക്കെ വരച്ചിട്ടുണ്ട്. ആ പടത്തിൻ്റെ അവിടെയാണ് പിക്സൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ മൊത്തം അകത്തൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാണ്. ബാക്കിലോട്ട് വരുമ്പോൾ ഈ DTSൻ്റെ അവിടെ നമ്മൾ പിക്സൽ ലൈറ്റ് ഗ്ലാസിൻ്റെ അവിടെ ചെയ്ത്. അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് ലൈറ്റ് വരുമ്പോൾ ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പോൾ ഇവിടെ ഒരു ഗ്രില്ല് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രില്ലിൻ്റെ സൈഡിലാണ് നമ്മൾ ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു സൈഡിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നല്ല മോഡിഫിക്കേഷൻ കാര്യങ്ങളിലാണ് വണ്ടി ചെയ്തേക്കുന്നത് മൊത്തത്തിൽ. പിന്നെ ഇവിടെ ഒരു സിംഹത്തിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഇതിഹാസിൻ്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട്. പിന്നെ മൾഗാർഡിൻ്റെ അവിടെയൊക്കെ റെഡും കാര്യങ്ങളൊക്കെ റെഡ് ആൻഡ് ബ്ലാക്ക് ഷീൽഡാണ് ബാക്ക് മൾഗാർഡിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. പിന്നെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ പിക്സൽ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ള അകത്തുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബസ്സിൻ്റെ അകത്തുള്ള ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അകത്തുള്ള ഭാഗങ്ങൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരുന്നതുണ്ടോ. അപ്പോൾ നമ്മൾ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സീറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ
ജസ്റ്റ് വേണ്ട ഈ ലൈറ്റ്സുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയില്ലേ, ടോപ്പ് ലൈറ്റ് എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ അടിപൊളി ചെയ്തിട്ടുണ്ട്. വേണ്ട ഈ ലഗേജ് വെക്കുന്നതിൻ്റെ അവിടെ എല്ലാം പിക്സൽ ലൈറ്റാണ്. വണ്ടി മൊത്തത്തിൽ വേണ്ട പിക്സലുണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ ഒരു 28 ഇഞ്ചിൻ്റെ ഒരു കളർ ടി വി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ലൈറ്റ്സാണ് സീറ്റിൻ്റെ അവിടെ ഇവിടെ. പിന്നെ വേണ്ട ഈ ഇവിടെയൊക്കെ വരുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയൊക്കെ നമ്മൾ മാറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതിൽ നമ്മൾ പഴയ മോഡലാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മാറ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. BMRൻ്റെ ഒരു പഴയ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാറ്റും കാര്യങ്ങളൊന്നും ഇട്ടില്ല. പിന്നെ നമ്മൾ ഈ ഫ്ലോറിൻ്റെ അവിടെ മൊത്തം ലൈറ്റാണ്, നടക്കുന്നതിൻ്റെ അവിടെ മൊത്തം ലൈറ്റാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി അടുത്ത് ഇതിൻ്റെ അകമാണ്. അതിൻ്റെ അകം വരുമ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കണ്ടില്ലേ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പടം വരച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ പിക്സൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ മൊത്തത്തിൽ പിക്സൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മളെ സീറ്റിൻ്റെ അവിടെയൊക്കെ ഇവിടെ നമ്മൾ വേറെ വലിയ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെ പിക്സൽ ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ഡോറ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടെ നോക്കി നോക്കാം ജസ്റ്റ്. ബാക്കിയെല്ലാം നോർമലാണ്. ഇവിടെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരിതും കൂടെ വണ്ടിയുടെ സൈഡിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 5-6 സ്റ്റിക്കർ അങ്ങനെയൊക്കെ അതും ചെയ്തിട്ടുണ്ട്. വേറെ പിന്നെ എടുത്ത് പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ അകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. മൊത്തം ലൈറ്റാണ്, എല്ലാം അടിപൊളിയായിട്ട് വണ്ടി മൊത്തം ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ JBLും കാര്യങ്ങളെല്ലാം വണ്ടിയുടെ സൈഡിലെല്ലാം ഉണ്ട്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നമില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്.
ഗൈസ് അടുത്തൊരു പുതിയൊരു യാത്രയായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല മൂന്നാർ യാത്രയാണ് വരുന്നത്, ഒരു കോളേജ് ട്രിപ്പാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടുകാച്ചി വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.